സൂപ്പർ സിന്ദഗി മുകേഷ് ഏട്ടൻ നായകനായ മറ്റൊരു പുതിയ സിനിമ നമ്മുടെ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ ആണ്. പുതുമുഖ സംവിധായകനായ വിൻറ്റേഷ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തിരക്കഥാകൃത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്നാണ് സംവിധായകൻ അവരുടെ ഇന്റർവ്യൂവിലും മറ്റുമൊക്കെ പറഞ്ഞത്. എന്താണ് സൂപ്പർ സിന്ദഗി എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ സിനിമ കാണുന്നതെന്നാണ് മുകേഷ് ഏട്ടൻ ഒരു ഇന്റർവ്യൂയിലൂടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു എന്റർടൈൻമെന്റ് സിനിമ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോകുന്നവരെ യാതൊരു രീതിയിലും നിരാശരാക്കാത്ത രീതിയിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള ഒരു തിരക്കഥ, ആ തിരക്കഥയിലൂടെ മുമ്പോട്ട് പോകുന്ന കഥാസന്ദർഭങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സിനിമ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു സിനിമ ആകുമ്പോൾ അതിൻ്റെ അകത്ത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അത് പുതുമുഖ സംവിധായകനാണെന്ന രീതിയിൽ പുള്ളിക്കുണ്ടാകുന്ന ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ ആദ്യമുണ്ട്. അതായത് കഥ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ചെറിയ ലാഗടിക്കുകയും പിന്നീട് കഥ ട്രാക്കിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ മുകേഷ് ഏട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കുക. ഈ സിനിമ മുകേഷ് ഏട്ടൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് കൊണ്ട് പിടിച്ചു നിർത്തപ്പെട്ട ഒരു സിനിമയാണ്. അതുപോലെ മുകേഷിനോടൊപ്പം തന്നെ തുല്യ റോളിൽ നായക കഥാപാത്രമായിട്ട് വരുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. അപ്പോൾ ധ്യാനിൻ്റെ കൂടെയാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. ധ്യാനിന്റെ കഥാപാത്രം സിദ്ധാർത്ഥ് എന്ന സിദ്ധു എന്ന കഥാപാത്രം അലസനായ ചെറുപ്പക്കാരൻ. ധ്യാൻ ഇതുവരെയുള്ള കുറേ സിനിമകളിൽ ചെയ്ത അതേ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ഈ സിദ്ധു എന്ന് പറയുന്നത്. ആ ഒരു കഥാപാത്രമായിട്ടാണ് ധ്യാൻ ഇതിൽ അഭിനയിക്കുന്നത്. യാതൊരു തൊഴിലുമില്ലാതെ ജോലിയും കൂലിയും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ചുമ്മാ സുഖിമാനായിട്ട് നടക്കണം, എങ്ങനെ എളുപ്പത്തിൽ പൈസ സമ്പാദിക്കണം, ആ രീതിയിലുള്ള ഒരു ചിന്തയുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ ധ്യാനിൻ്റെ ആ സ്വഭാവം കാണിക്കാൻ വേണ്ടിയൊക്കെ ആദ്യം കുറേ രംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ബോറടിച്ച് പോകും, അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാൽ മതിയായിരുന്നു. ഓക്കെ, പക്ഷേ ഈ സിനിമ ലൈവായിട്ട് നിലനിർത്തുന്ന കഥാപാത്രമാണ് മുജീബ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത മുകേഷ് ഏട്ടൻ. ഒരു മലയാള സിനിമയിലെ അദ്ദേഹം എന്തുകൊണ്ട് വെർസറ്റൈലായിട്ട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഇത്ര ടൈമിങ്ങോടുകൂടി നിലനിൽക്കുന്നു, ഈ പ്രായത്തിനും ആ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. മുകേഷ് ഏട്ടൻ്റെ പെർഫോമൻസ് ഈ സിനിമയെ വലിയ രീതിയിൽ പിടിച്ചിരുത്താൻ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപ് പുള്ളിയുടെ പഴയകാല സിനിമകളിൽ കണ്ടിട്ടുള്ള ആ കോഴിത്തരങ്ങളൊക്കെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഉള്ള ഒരാൾ അങ്ങനെ കോഴിയായി നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ട് എന്നൊക്കെ തോന്നും. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത്, പഴയ ഓടരുന്നമ്മ ഞാൻ നെടുമുടി ചേട്ടൻ ചെയ്ത പോലുള്ള ഒരു റോള് മുകേഷ് ഏട്ടൻ ഇപ്പോൾ കൊടുത്താലും പുള്ളി പക്ക ആയിട്ട് ആ റോള് ചെയ്യും എന്ന് 100% ഉറപ്പാണ്. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് മുകേഷ് ഏട്ടൻ ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് സംഭാഷണ ശകലങ്ങൾ ഈ സിനിമയിലുണ്ട്. ബന്ധനത്തിലെ നീലത്തടാകത്തിൽ നീന്തി തുടിക്കുന്ന നീല അരണ്യമായി നീ അവളെ കണ്ടോ എന്ന് പറയുന്ന ആ ഡയലോഗ് ഇതിനകത്ത് പറയുന്നുണ്ട്. സിനിമയുടെ പോകനുസരിച്ച് കറക്റ്റ് സ്ഥലത്ത് ആ ഡയലോഗ് എഴുതി ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനിവാസനെ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പറയുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ നമുക്ക് ചിരി ഉണർത്തുന്ന രംഗമാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഈ പെൺകുട്ടികളെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പൂവാലൻ എന്നുള്ള രീതിയിലുള്ള മുകേഷത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പബ്ബിൽ പുള്ളി ചെന്നിട്ട് ഡാൻസ് കളിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ മുകേഷ് ഏട്ടനെ പോലുള്ള ഒരു ആക്ടറിനെ അങ്ങനെയുള്ള റോളുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുള്ളി തൻ്റെ റോൾ ഇത്രയും ഭംഗിയാക്കി ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളി വളരെ ഗംഭീരമായി തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന റോളിൽ വരുന്നത് ജോണി ആൻ്റണിയാണ്. ജോണി ആൻ്റണി ആസ് യൂഷ്വൽ തൻ്റെ റോള് തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് കാര്യമായി പെർഫോം ചെയ്യാനൊന്നുമില്ലായിരുന്നു, എങ്കിലും കിട്ടിയ റോള് പുള്ളി ഭംഗിയാക്കി. ഈ സിനിമയിൽ നമ്മളെ ഞെട്ടിച്ച മറ്റൊരു കഥാപാത്രം സുരേഷ് കൃഷ്ണയാണ്. ഡാവിഞ്ചി എന്ന് പറയുന്ന കഥാപാത്രമാണ്. അണ്ടർവേൾഡ് കിങ് ആയിട്ടാണ് സുരേഷ് കൃഷ്ണ ഈ സിനിമയിൽ വരുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു മേക്ക് ഓവർ ആയിരുന്നു സുരേഷ് കൃഷ്ണയ്ക്ക് ഈ സിനിമയിലുള്ള. നമ്മൾ പോസ്റ്ററിലും ട്രെയിലറിലും ഒക്കെ ആ ഒരു മേക്ക് ഓവർ കണ്ടതാണ്. പക്ഷെ പുള്ളിക്കാരൻ പക്ക നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. പുള്ളിക്കാരനെ മലയാള സിനിമ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഇനി ഒരുപാട് ബാക്കിയുള്ള ഒരു നടനാണ് സുരേഷ് കൃഷ്ണ. നായകമാർക്ക് വലിയ പ്രാധാന്യമൊന്നുമുള്ള സിനിമ അല്ല. പാർവതിയാണ് ഇതിലെ നായികയായ വിദ്യ ആയിട്ട് വരുന്നത്. പാർവതിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഡയാന ഹമീദ് സിനിമയിലുണ്ട്, എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. ശ്രീജ രവി, നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശ്രീജ രവിയാണ് ഇതിനകത്ത് സിദ്ധാർത്ഥിൻ്റെ അമ്മയായിട്ട് വരുന്നത്. സിദ്ധാർത്ഥിൻ്റെ അമ്മയായി വരുന്ന ശ്രീജ രവിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. പക്ഷേ ഡബ്ബിങ്, അതായത് ശ്രീജ രവിയുടെ ഡബ്ബിങ് നമുക്കെല്ലാവർക്കും അറിയാം. മലയാള സിനിമയിലെ ഒരുവിധപ്പെട്ട എല്ലാ നടിമാരുടെയും ശബ്ദം ഈ ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രായമായ ഒരു അമ്മയുടെ ശബ്ദം നമ്മൾ സ്ഥിരം കേൾക്കുന്ന നായികമാരുടെ ശബ്ദമായി തോന്നിയപ്പോൾ എനിക്കത്
പലതരത്തിലും കല്ലുകടിയായിട്ട് തോന്നിയിരുന്നു. എങ്കിലും അവർ പെർഫോമൻസ് വൈസ് മികച്ച പെർഫോമൻസ് ആയിരുന്നു. പിന്നെ തമിഴ് നടൻ കലേഷ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ വരുന്നുണ്ട്. കലേഷിൻ്റെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. മാസ്റ്റർ മഹേന്ദ്രൻ മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പുള്ളിയും പെർഫോമൻസ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. രുദ്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ്. ഒരു കന്നഡ കഥാപാത്രമാണ്. ഈ കഥാപാത്രമായിട്ട് പുതുമുഖം പ്രണവാണ്. പ്രണവ് വേറെ സിനിമയിലൊന്നും അഭിനയിച്ചതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ പ്രണവിൻ്റെ പെർഫോമൻസും നല്ലതായിരുന്നു. പുള്ളിയുടെ മേക്ക് ഓവറൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ മൊത്തത്തിലെ താരങ്ങളെല്ലാം അവരുടെ പ്രകടനം കൊണ്ട് മികച്ചതാക്കിയ ഒരു സിനിമയാണ്. എൽദോ ആണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എൽദോ ക്യാമറ വർക്കുകൾ മികച്ച രീതിയിലാണ്. പ്രത്യേകിച്ച് മൈസൂരിലും ബാംഗ്ലൂരിലും ആണ് സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ മൈസൂർ ബാംഗ്ലൂരിലെ ആ ഉൾഗ്രാമങ്ങളുടെ ഭംഗിയെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ വന്യതയും നമുക്ക് കാണാൻ പറ്റി. സൂര്യജസ് കുറുപ്പ് ചെയ്ത ഗാനങ്ങൾ മികച്ച ഗാനങ്ങളായിരുന്നു. അതിൽ കാടും മേടും താണ്ടി എന്ന് പറയുന്ന ഗാനം വളരെ മികച്ച രീതിയിലുള്ളൊരു ഗാനമായിരുന്നു. ആ സിനിമയുടെ സിറ്റുവേഷനുമായിട്ട് ഈ സിനിമ മൊത്തത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ഒരു സന്ദേശം ഈ സിനിമ നമുക്ക് നൽകുന്നുണ്ട്. മലയാളികളുടെ ആർത്തിയാണ്. മലയാളികൾക്ക് എപ്പോഴും പണം വേണം, എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ളവരാണ് മലയാളികൾ. ആ ഒരു ചിന്ത കൃത്യമായിട്ട് ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഓരോ ദിവസവും ഏറ്റവും അധികം ചിട്ടി കമ്പനികൾ വളരുകയും അതേപോലെ തന്നെ തകരുകയും ചെയ്യുന്ന നാടാണ് നമ്മുടെ കേരളം. എന്താണ് മലയാളികളുടെ ഈ പൈസകളുള്ള ആർത്തി കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഈ സിനിമ വിജയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നുറുങ്ങ് തമാശകളും ഒരു സന്ദേശവും ഒക്കെ ആയിട്ടുള്ള ഈ സിനിമ തീർച്ചയായിട്ടും നമ്മളെ വലിയ രീതിയിൽ രസിപ്പിക്കും, ചിന്തിപ്പിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലിജോ പോളാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിൽ കുറച്ചുകൂടെയൊക്കെ ഒന്നുകൂടെ ട്രിം ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആദ്യ പകുതി കുറച്ചുകൂടെ സജീവമാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സൂപ്പർ സിന്ദഗി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.